യോഗി ആദിത്യരാജിനെ നമുക്കൊക്കെ അറിയാം. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്, BJPയുടെ ഉന്നത നേതാവുമാണ്. പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് ബുൾഡോസർ രാജാവായാണ്. ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാജ് അത് എത്രത്തോളം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയുമൊക്കെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതേ ബുൾഡോസർ രാജ് BJP അല്ലാത്ത സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയതിൻ്റെ ആരോപണം യലഹങ്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെലുങ്കാനയിൽ നിന്നും അതുപോലൊരു സംഭവം, തെലുങ്കാനയിലെ ഖമ്മം എന്ന് പറയുന്ന സ്ഥലത്തും ഇതുപോലൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 700ഓളം കുടുംബങ്ങളെയാണ് അങ്ങനെ ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ആരോപണം. കോൺഗ്രസ് അതിന് കൃത്യമായ മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല താനും. മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം പണ്ടെങ്ങുള്ളൊരു ഓർഡർ പ്രകാരമാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇതുവരെയും വീട് ലഭ്യമാക്കാനോ അവരെ പുനരധിവസിപ്പിക്കാനോ ഉള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. ബുൾഡോസർ രാജ് ഒരു പാർട്ടിക്ക് മാത്രം കുത്തകയായി വെക്കാവുന്ന ഒന്നല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ ബുൾഡോസർ രാജ് മാത്രമല്ല, ഈ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ എവിടെ വെച്ച് കോൺഗ്രസിനെ നമ്മൾ മറന്നുപോയി. കോൺഗ്രസിൻ്റെ യഥാർത്ഥ നിറം ഈ ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ ഒരു വലിയൊരു പക്ഷം ഇന്ത്യയിലുണ്ടായിരുന്നു. അവസാനം BJP വന്നപ്പോൾ മഹാത്മാഗാന്ധിയെ പൂർണ്ണമായും സംരക്ഷിക്കേണ്ട ഗതികേട് അവർക്കായി എന്ന് പറയുന്നൊരു ചരിത്രപരമായൊരു പ്രശ്നമുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസിൻ്റെ കാര്യം. ഈ രാജ്ദീപ് സർദേശായി 2014 ഇലക്ഷനെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പകൽ സമയത്ത് ഈ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയുടെയും ബുദ്ധിജീവികളുടെയും കയ്യിലും രാത്രി പുള്ളി പാർട്ടിയൊക്കെ നടത്തുന്ന ഈ 2 രാഹുൽ ഗാന്ധി ഉണ്ട്. ഇതിലേതാ പുള്ളി ഇതിനിടയ്ക്ക് പെട്ടുപോയി എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. എന്ന് പറയുന്ന പോലെ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി BJPയേക്കാൾ മോശമായി ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് നമ്മൾ തുർക്ക്മാൻ ഗേറ്റൊക്കെ ഉദാഹരണം. തുർക്ക്മാൻ ഗേറ്റ് അടക്കമുള്ള എത്രയോ സംഭവങ്ങൾ. അതാണ് കോൺഗ്രസ് അടിസ്ഥാന ആ റോളിലേക്ക് BJP വന്നുകൊണ്ട് കോൺഗ്രസ് ആന മെലിഞ്ഞാലും നിങ്ങൾ തൊഴുത്തി കെട്ടുമെന്ന് വിചാരിക്കരുത്. ഈ യലഹങ്കയിലെ വിഷയം എന്തുകൊണ്ടാണ് വിഷയം? അതൊരു വിഷയം പോലും ആയിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ അതൊരു വിഷയമായി മാറിയപ്പോഴാണ് ഇത് വലിയ വിവാദമാവുകയും അവിടുത്തെ മുഖ്യമന്ത്രി ഓടിയോ ഞങ്ങൾ വീട് തരാം, കാറ് തരാം, AC തരാം, ഫ്രിഡ്ജ് വെച്ച് തരാം, പുതിയ കെട്ടിടം കൂടുതൽ ഉടനെ തരാം എന്ന് പറഞ്ഞ് പോവുകയും ദേശീയ തലത്തിൻ്റെ വിഷയമാവുകയും ചെയ്തപ്പോഴാണ് കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല ഇത് അവിടെ അവർ സ്ഥിരം ചെയ്യുന്ന പരിപാടി ആയിരുന്നിരിക്കണം. അതെ, ബുൾഡോസർ രാജ് കണ്ടുപിടിച്ചത് BJPയോ ബുൾഡോസർ രാജ് വിശദമായി പ്രയോഗിച്ചത് യോഗി ആദിത്യനാഥോ ഒരു പക്ഷേ ഭയങ്കര എഫക്റ്റീവായി ചെയ്ത അയാളായിരിക്കാം. ഇപ്പോൾ ഒരു പ്രകടനം നടത്തി, അയാൾ പ്രതിയാണ്, അയാളുടെ വീട് ഇടിച്ചു കളഞ്ഞേരെ, അത്രയൊക്കെ ആ കടന്ന് ചെയ്തത് BJP ആണെന്നാൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പരിപാടി പണ്ട് മുതലേ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ ഒരു കാലത്തും മറന്നു പോകരുത്. ഈ BJPക്ക് വേണ്ടി കോൺഗ്രസിനെ വെള്ളപൂശേണ്ട ഒരു ആവശ്യം പലർക്കും വരുന്നതിൻ്റെ ഒരു വിഷയം കൊണ്ടാണ് പറയുന്നത്. ഇത് കർണാടകമായി. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ ഖമ്മത്തി പ്രശ്നം ഉണ്ടാകുന്നു. ഖമ്മത്തി പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7-8 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരി 25-നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു വിഷയവും ഇല്ല. അവിടുത്തെ ഒരു ലോക്കൽ ഇഷ്യൂ ആയി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ ആ പ്രശ്നം വീടൊക്കെ കൊടുത്ത് എല്ലാവർക്കും താക്കോൽ ദാനമൊക്കെ ചെയ്തതിന് ശേഷം ഈ സ്ഥാനത്ത് ലൈനിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങൾ വീട് കൊടുക്കുന്നു, നിങ്ങൾ വീട് ഇടിച്ചു കളയുന്നു. അപ്പോൾ എന്താ കോൺഗ്രസ് നിങ്ങളുടെ പരിപാടി? അപ്പോൾ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാകാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈ റെഡ്ഡി സ്ഥിരമായി കേരളത്തിൽ സർക്കാരിൻ്റെ പരസ്യം ഇങ്ങനെ വ്യാപകമായി കൊടുക്കുകയും കോൺഗ്രസിൻ്റെ പോസ്റ്റർ ബോയ് ആണ് ഇദ്ദേഹം. തെലുങ്കാന പിടിച്ചടക്കിയ കോൺഗ്രസിൻ്റെ പോസ്റ്റർ ബോയ് ആണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്കും ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ആ മനുഷ്യൻ ചെയ്ത പണിയെക്കുറിച്ചാണ് പറയുന്നത്. 1500 കോടിയുടെ ഒരു നദീതട വികസന പദ്ധതി, അവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികളൊക്കെ വരും. അതിൻ്റെ ഭാഗമായി ഒരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടങ്ങൾ മുഴുവൻ ഇടിച്ചു കളയുന്നത്. ചിലപ്പോൾ ഡോക്യുമെൻ്റ് വൈസ് ഇവർ പറയുന്നത് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിരുന്നു, അവർക്ക് ഭൂമിയിൽ രേഖയുണ്ടായിരുന്നില്ല. അപ്പം മറുപക്ഷം പറയും ഞങ്ങൾക്ക് പട്ടയം കിട്ടിയതാണ്, ഞങ്ങൾക്ക് വൈദ്യുതി അനുവദിച്ചിട്ടുണ്ട്, വോട്ടർ കാർഡുള്ള ആളുകൾ പോലുമുണ്ട്. ഈ വിനോബ ഭാവയുടെ ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ആണ് ഈ ഭൂമി പലർക്കും കിട്ടിയതെന്ന് പോലും പറയുന്നുണ്ട്. ഭൂദാൻ നഗർന്നോ മറ്റോ ആണ് ഈ സ്ഥലത്തിൻ്റെ ഈ എക്സാക്ട് സ്ഥലം വിളിക്കപ്പെടുന്നത്. അതല്ല 10 വർഷം മുമ്പാണ് ഇവരെ അവിടെ കുടിയിരുന്ന് ബന്ധമുണ്ട്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കുടിയൊഴിപ്പിക്കാൻ ഒരു പാടുമില്ലാത്ത ആയിരക്കണക്കിന് ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയും അങ്ങനെയാണ്. കേരളത്തിലില്ല ഒരു പക്ഷേ. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പല കേസുകളിലും ഭൂമിയില്ലാത്ത ആളുകൾ കേരളത്തിൽ നടത്തിയ സമരങ്ങൾ നമ്മൾ മറന്നു പോകരുത്. കേരളത്തിൽ അതുണ്ട്.
അപ്പോൾ വേണമെങ്കിൽ പോയി ചൊറിയാം. പക്ഷേ അത് നടത്താൻ പാടില്ല എന്നൊരു രാഷ്ട്രീയ മര്യാദയോ ഒരു സാമൂഹ്യ ക്രമമോ അംഗീകരിക്കാത്ത ഒരു വലിയ സ്ഥലത്തിൻ്റെ പേരാണ് ഇന്ത്യ. അടി കൊടുത്ത് ഈ പി സായിനാഥിൻ്റെ ഒരു പുസ്തകം എവരിബഡി ലവ്സ് എ ഗുഡ് റൗട്ടിനകത്ത് അദ്ദേഹം ഒരു ഗ്രാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വികസന പദ്ധതികളുടെ പേരിൽ 3 തവണ പല കാലഘട്ടങ്ങളിലായി കുടിയൊഴിപ്പിക്കപ്പെട്ട ഗ്രാമങ്ങളെക്കുറിച്ച്. ഇന്ത്യയുടെ ഒരു സ്ഥിതി അതാണ്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം കേരളത്തിലൊരു രാഷ്ട്രീയ പ്രത്യേക സാഹചര്യത്തിൽ ചോദ്യം ചോദിക്കുമ്പോഴാണ് കോൺഗ്രസിന് മുട്ടുവിറയ്ക്കുന്നത്. ഈ മുട്ടുവിറയ്ക്കുന്ന നമ്മൾ എലഹങ്കയിൽ കണ്ടു, ഇപ്പോൾ നമ്മൾ ഖമ്മത്ത് കാണാൻ പോവാണ്. മറുപടി പറഞ്ഞേ പറ്റൂ. പിണറായി വിജയൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമല്ലേ? ഞങ്ങൾ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒരു കൂര സ്വരുക്കൂട്ടി വെക്കുന്നവരുടെ വീടുകൾ അർദ്ധരാത്രി വന്ന് ഇടിച്ചു കളയുകയാണ്. 700 വീടുകൾ പോയി എന്നാണ് പിണറായി വിജയൻ്റെ പോസ്റ്റിൽ പറയുന്നത്. 600 മറ്റു പല മാധ്യമങ്ങളിലെ വാർത്ത. എന്തുപെട്ട ഒരു വീടായാലും നിങ്ങളത് ഒരു മാസ് എവിക്ഷൻ്റെ ഭാഗമായി ആളുകളെ ഇടിച്ചു കളയുകയും അവരെങ്ങോ ഇപ്പോൾ ഏതോ ഒരു മുനിസിപ്പൽ ഹാളിൽ അവരെ തൽക്കാലം താമസിപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടാണ് പോവുക? ഇത് വെളിവാകുന്നത് ഇന്ത്യയിലെ ഭരണവർഗം, അത് ഇന്ത്യയിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഏതൊക്കെ മേഖലയിലായാലും. ഇനി നിങ്ങൾ വെസ്റ്റ് ബംഗാളിലെ കഥ നോക്കിയാൽ CPM-നെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. കുടിയൊഴിപ്പിക്കലിൻ്റെ കഥ അവിടെ നിന്ന് തുടങ്ങുന്നു, സെങ്കൂർ. ഇത് ഇന്ത്യയുടെ ഒരു പൊതുചിത്രമാണ്. പക്ഷേ നല്ലതാണ് കേരളം പോലെ ഒരു സ്ഥലം ഇതിനോടൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു നാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. യലഹങ്കയിൽ അവിടുത്തെ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചത് കേരളത്തിലെ ഡയലോഗാണ്. ഒരു പക്ഷേ തെലങ്കാനയിലും ഇതായിരിക്കും. BJP-യോട് നമുക്ക് തർക്കിക്കാൻ പറ്റില്ല, BJP-ക്ക് ഇവിടെ സ്റ്റേക്കൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് തിരുത്തിക്കാൻ കേരളത്തിന് പറ്റുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസിൻ്റെ ഒരു ബേസ് കൾച്ചർ ഇന്ത്യ വ്യാപകമായിട്ടുള്ളത്, ഇന്ത്യയിലെ അധികാരവർഗത്തിൻ്റെ രീതി, സ്വഭാവം, അവരുടെ വർഗം എന്താണെന്നുള്ളത് മറക്കരുത്. കാലം മാറിയിട്ടും ഇത്ര പരസ്യമായി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് വിശദമായിട്ട് ജിമ്മി പറഞ്ഞു. എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ ഭൂമിയില്ലാത്ത മനുഷ്യരെ എവിടെ ജീവിക്കുന്നു, അവരോട് ഭരണകൂടം എങ്ങനെ പെരുമാറുന്നു. അത് കേരളത്തിലുൾപ്പെടെ, കേരളത്തിൽ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, വികസന പദ്ധതികൾക്ക് വേണ്ടി ജനങ്ങളെ കുടിയൊഴുക്കുന്ന എത്രയോ കാഴ്ചകൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. മൂലപ്പള്ളിയൊക്കെ നമ്മുടെ ഓർമ്മയൊന്നും മാഞ്ഞു പോയിട്ടില്ലല്ലോ. അതിനുശേഷം 2011 നിയമം വരുന്നത്, ജയറാം രമേശിൻ്റെ നിയമം, ഭൂമി ഏറ്റെടുക്കൽ നിയമം. ആ ഭൂമി ഏറ്റെടുക്കൽ നിയമം വന്നതിന് ശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ളിടത്ത് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ സമരങ്ങളില്ലാതായത്. ഇപ്പോൾ ഈ ഹൈവേ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. ഈ ഹൈവേ ആരുണ്ടാക്കി? BJP ഉണ്ടാക്കിയോ? CPM ഉണ്ടാക്കിയോ? കോൺഗ്രസ് ഉണ്ടാക്കിയോ? ഈ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്ന സമരം നിന്നെങ്ങനെയാണ്? 2011 ജയറാം രമേശ നിയമം കൊണ്ടുവരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനമാണ് 2015-ലോ 2016-ലോ ചട്ടം വരുന്നു. പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു. ആ ചട്ടപ്രകാരം ഭൂമി ഏറ്റെടുത്തവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. അങ്ങനെയാണ് ഈ ഹൈവേ പണിയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷേ പുറംപോക്കിൽ കിടക്കുന്ന മനുഷ്യർ, ചേരികളിൽ താമസിക്കുന്ന മനുഷ്യർ, അവർ ഏത് നിമിഷവും ബുൾഡോസറുകളുടെ ദാക്ഷിണ്യത്തിലാണ് ജീവിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ യലഹങ്കയിൽ കണ്ടത്. യലഹങ്കയിൽ അത്രയും പേരെ കുടിയൊഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുന്നത് അവർ പറഞ്ഞെന്താണ്, സർക്കാരിൻ്റെ ഭൂമിയാണ്. അതാണ് സർക്കാർ ഭൂമി ആയതുകൊണ്ടല്ല. അവിടെ വേറെ പ്രൊജക്റ്റുകളുണ്ട്, വേറെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളുണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളിൽ ഇപ്പോഴുള്ള സിദ്ധരാമയ്യ സർക്കാരിലെ പല മന്ത്രിമാർക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ് കാര്യം, സത്യം അതാണ്. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. ഇവിടെ അമരാവതി നാഗ്പൂർ ഹൈവേ വരെയാണ്. അമരാവതി എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലേക്കുള്ളതാണ്. അത് കമ്മത്തോടെയാണ് കടന്നു പോകുന്നത്. അതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഈ ഒഴിപ്പിക്കുന്ന ഭൂതാൻ കോളനിയുടെ തൊട്ട് ബാക്കിൽ മന്ത്രിമാർക്ക് പ്ലോട്ടുകളുണ്ട്. ഇപ്പോഴുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് പ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഒഴിപ്പിച്ചാലാണ് ഈ ഹൈവേ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും. അതിനുവേണ്ടി മാത്രം ഒഴിപ്പിക്കുന്നതാണ്, അല്ലാണ്ട് അവിടെ വേറെ എന്തോ പണിയാൻ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ ഇത് ഇന്ത്യയിലെല്ലായിടത്തും നടക്കുന്നതാണ്. കേരളത്തിൽ ഇത് നടക്കാത്തതിൻ്റെ കാരണം കുറേ കൂടി റെക്കോർഡിക്കലാണ് ഇന്ത്യയിലെ കേരളത്തിലെ റവന്യൂ സംവിധാനം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഖമ്മത്തെ വിഷയത്തെക്കുറിച്ച് റെസ്പോൺസ് നടത്തി, ഒരു റിയാക്ഷൻ നടത്തിയതിന് ശേഷം അവിടെ വൻ കുഴപ്പമാണ്. അവർ ഇത് പ്രതീക്ഷിക്കുന്നില്ല. ഇത് സാധാരണ നടക്കുന്ന സംഭവമല്ലേ? ഇപ്പോൾ യലഹങ്കയിലും ഖമ്മത്ത് നടക്കുന്ന കാര്യങ്ങൾ സാധാരണ ഇന്ത്യയിലെ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. ആരും അറിയു പോലുമില്ല, വാർത്ത പോലും ആവില്ല. ഇത് വാർത്ത ഏതെങ്ങനെയാണെന്നറിയോ? പിണറായി വിജയൻ്റെ റെസ്പോൺസ് വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഖമ്മത്ത് ഈ ശ്രീനിവാസ് റെഡ്ഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ വാർത്താ സമ്മേളനം നടത്തി. അപ്പോൾ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആവുന്ന പിണറായിയുടെ റെസ്പോൺസ് വന്നതിന് ശേഷം സാധാരണ ആന്ധ്രയിലെയും തെലങ്കാനയിലെ മാധ്യമങ്ങൾ മന്ത്രിമാരുടെ ചോദ്യമൊന്നും ചോദിക്കില്ല. അവർ വാർത്താ സമ്മേളനം നടത്തിയാൽ ക്യാമറ വെച്ചിട്ട് അവർ പോകും, സീറ്റ് വലിക്കാൻ പോവുകയാണ് ചെയ്യാറ്. ചോദ്യമൊന്നും ചോദിക്കില്ല. ഇവിടെ ചോദ്യം ചോദിച്ചു, ഇവരെ നിങ്ങൾ പുനരുദ്ധരിപ്പിക്കുമോ, ഇവരെത്ര വരെ പുനരുദ്ധരിപ്പിക്കും? ഈ ചോദ്യമൊന്നും ഇയാൾക്ക് മറുപടിയില്ല. അവസാനം ഇയാൾ ബഹളം വെച്ച് എഴുന്നേറ്റ് ഈ ഖമ്മത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയി. ആൾ മാധ്യമങ്ങളുടെ നേരെ ചൂടായിട്ട് ഇറങ്ങിപ്പോയി. ഇത് തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ്. നടീനടന്മാരെ കൊണ്ട് കാണിച്ച ഡ്രാമയാണെന്നൊക്കെ ആൾ പറഞ്ഞത്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളതിനെ ബുൾഡോസർ രാജ് എന്ന് വിളിക്കുമ്പോഴാണ്. ബുൾഡോസർ രാജ് വേറെയാണ്, ഇപ്പോൾ യലഹങ്കയിലും ഖമ്മത്തും കാണുന്നത് വേറെയാണ്. യലഹങ്കയിലും ഖമ്മത്തും കാണുന്നത് വികസന പദ്ധതികൾക്ക് വേണ്ടി പുറംപോക്കിൽ കടന്ന മനുഷ്യരെ അല്ലെങ്കിൽ അവരുടെ തന്നെ ഭൂമിയിൽ നിന്ന് ആളുകളെ ഫോഴ്സ്ഫുള്ളി എവിക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ബുൾഡോസർ രാജ് അതല്ല.
സുപ്രീം കോടതി ഇടപെടുകയും ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്തത് ബുൾഡോസർ രാജിലാണ്, ഈ പരിപാടിക്കല്ല. ബുൾഡോസർ രാജ് എന്താണ്? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളവരെ, ഡിസൻ്റ് ഉള്ളവരെ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള നോട്ടീസും കൊടുക്കാതെ, മുൻകൂട്ടി അറിയിക്കാതെ, അവരുടെ രേഖകളുള്ള ഭൂമിയിൽ നിന്ന് തന്നെ അനധികൃതമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീടിടിച്ച് നിർത്തി കളയുക. കുറ്റവാളികളാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർ വീട് ഇടിച്ച് നിരത്തുക. അതിനിപ്പോൾ അവരുടെ ഭൂമിയിലായാലും നിയമപരമായി നിർമ്മിച്ചതായാലും ഇത് ചെയ്യുക. ഇതിനെതിരെയാണ് സുപ്രീം കോടതി ഇടപെട്ടത്. അതാണ് ബുൾഡോസർ രാജ്. അതൊരു പുതിയ ടേമാണ്, പുതിയ പ്രയോഗമാണ്. അതിനെ കോൺഗ്രസിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തതിൽ ചെറിയ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മുമ്പ് നമ്മൾ പറഞ്ഞ യലഹങ്കയിലെയും ഖമ്മത്തെയും കാര്യം ഓൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് നടക്കുന്ന കാര്യമാണ്. ഭരണകൂടം ജനങ്ങളുടെ ജീവിതത്തിന് മേൽ ബുൾഡോസർ കയറ്റുന്നുണ്ട്. ബുൾഡോസർ രാജ് വേറെയാണ്. അത് ഡിസൻറ്റിന് മേലുള്ള ബുൾഡോസറാണ്, വീടിന് മേൽ മാത്രമുള്ളതല്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്.